ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രോബ്ലം എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. കുറേ പേര് ടഫാണ് പറഞ്ഞ് സ്കിപ്പ് ചെയ്യുന്നൊരു പോർഷനാണിത്. പക്ഷേ കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടാണ് ഈ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. പ്രോബ്ലത്തേക്ക് കിടക്കുന്നതിന് മുൻപ് എന്താണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്നും ആരാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത് എന്നും നോക്കാം. ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ഡെപ്പോസിറ്റർ അല്ലെങ്കിൽ ഒരു ബിസിനസ്മാൻ അല്ലെങ്കിൽ ഒരു കസ്റ്റമർ ആയിരിക്കും. അയാൾ എന്തിനാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു റീകൺസൈൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബാങ്ക് ബാലൻസ് ഷോൺ ബൈ ക്യാഷ് ബുക്ക് ആൻഡ് ബാങ്ക് പാസ്ബുക്ക്. അതായത് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് കസ്റ്റമറാണ്. അയാളുടെ ക്യാഷ് ബുക്കിലെ ബാങ്ക് ബാലൻസും ബാങ്ക് പാസ്ബുക്കും തമ്മിലുള്ള വ്യത്യാസം അറിയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കസ്റ്റമർ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പാസ്ബുക്കും അതേപോലെ തന്നെ ഗൂഗിൾ പേ അക്കൗണ്ടും തന്നെ നോക്കാം. അതായത് ഇപ്പോൾ നമ്മൾ ഗൂഗിൾ പേ അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് ഒരു ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അപ്പം തന്നെ ക്യാഷ് ഡെബിറ്റ് ആവും, അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും ക്യാഷ് ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മുടെ അക്കൗണ്ട് ക്രെഡിറ്റ് ആവും. എന്നാൽ അത് അറ്റ് എ ടൈം നമ്മുടെ പാസ്ബുക്കിൽ അപ്ഡേറ്റ് ആവില്ല, അവിടെ ഒരു ടൈം ഗ്യാപ്പ് എടുക്കുമല്ലോ. അതേ ഡിഫറൻസ് തന്നെയാണ്. ആ ഒരു ഡിഫറൻസ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി നമുക്ക് പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഈ പ്രോബ്ലം ചെയ്യുന്നതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതായത് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇവിടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഇത് നോക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല, ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഈ CB എന്ന് പറയുന്നത് ക്യാഷ് ബുക്കാണ്, PB എന്ന് പറയുന്നത് പാസ്ബുക്കാണ്. അപ്പോൾ നമ്മുടെ ക്യാഷ് ബുക്കിൽ ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ട്, അതുകൊണ്ട് തന്നെ അതൊരു പോസിറ്റീവ് അല്ലെങ്കിൽ ഫേവറബിൾ ബാലൻസ് ആണ്. എന്നാൽ നമ്മുടെ ക്യാഷ് ബുക്കിൽ ക്രെഡിറ്റ് ബാലൻസ് ആണ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് ഇല്ല, നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ല, അത് അൺഫേവറബിൾ അല്ലെങ്കിൽ നെഗറ്റീവ് ബാലൻസ് ആണ്. ഓക്കെ, അപ്പം ക്യാഷ് ബുക്കിൽ ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ട്, പോസിറ്റീവ് ആണ്. ക്യാഷ് ബുക്കിൽ ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ല, അതുകൊണ്ട് തന്നെ അത് അൺഫേവറബിൾ ആണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പാസ്ബുക്കിൽ വരിക. പാസ്ബുക്കിൽ ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ് നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ട്, അത് ഫേവറബിൾ ബാലൻസ് ആണ്. എന്നാൽ പാസ്ബുക്കിൽ ഡെബിറ്റ് ബാലൻസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് ഇല്ല, അൺഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷനാണ്. ഈ കാര്യം നമ്മൾ മൈൻഡിൽ വെച്ചിട്ട് വേണം ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്നുകൂടി പറയുകയാണ്, ക്യാഷ് ബുക്കിൽ ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫേവറബിൾ ആണ്. ക്യാഷ് ബുക്കിൽ ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അൺഫേവറബിൾ ആണ്. എന്നാൽ പാസ്ബുക്കിനെ സംബന്ധിച്ചിടത്തോളം പാസ്ബുക്കിൽ ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേവറബിൾ ആണ്. അതായത് നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ട്. പാസ്ബുക്കിൽ ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഫേവറബിൾ ആണ്, നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് ഇല്ല. ഇനി നമുക്ക് ഇവിടെ കുറേ സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്. ആ സിറ്റുവേഷനിൽ ബാങ്കിലും ക്യാഷ് ബുക്കിലും എന്താണ് മാറ്റം വരുന്നതെന്ന് നോക്കാം. എന്നിട്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ആണോ അല്ലെങ്കിൽ ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ആണോ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതെന്നനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മളൊരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ സിറ്റുവേഷൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്ത് വയ്ക്കുക. ഇവിടെ കുറേ സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്. ഇത് ഇതേ ഓർഡറിൽ തന്നെ എല്ലായ്പ്പോഴും തരണമെന്നില്ല. ഇതിൽ ഏതെങ്കിലും സിറ്റുവേഷൻസ് ആയിരിക്കും എക്സാമിന് തരേണ്ടവ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്ന സിറ്റുവേഷൻ്റെ സൈഡിലായിട്ട് നമ്മൾ ആദ്യം മാർക്ക് ചെയ്യേണ്ടത് ക്യാഷ് ബുക്ക്, പാസ്ബുക്ക് എന്ന് മെൻഷൻ ചെയ്യുക. എന്നിട്ട് ക്വസ്റ്റ്യൻ വായിക്കുന്നതിന് മുൻപ് തന്ന സന്ദർഭത്തിൽ ക്യാഷ് കൂടുകയാണോ അതോ പാസ്ബുക്കിലാണോ എമൗണ്ട് കൂടുന്നതെന്ന് നോക്കുക, അത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. അതായത് ഇവിടെ ഫസ്റ്റ് തന്നിട്ടുള്ളത് ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ്. അതായത് നമ്മൾ ഒരാൾക്ക് ചെക്ക് ഇഷ്യൂ ചെയ്തു, പക്ഷേ അത് ബാങ്കിൽ അയാൾ കൊണ്ടുപോയി പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടോ, എൻകാഷ് ചെയ്തിട്ടുണ്ടോ, ഇല്ല. അപ്പോൾ നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ തന്നെ കസ്റ്റമറുടെ ബുക്കിൽ ക്യാഷ് പോയതായിട്ട് കസ്റ്റമർ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ക്യാഷ് ബുക്കിൽ ക്യാഷ് കമ്മിയാവുന്നു. പാസ്ബുക്കിൽ എന്താണ്, അത് പിന്നീട് ഒരു ദിവസമാണ് അയാൾ എൻകാഷ് ചെയ്യേണ്ടത്. അപ്പോൾ പാസ്ബുക്കിൽ അയാൾ എന്നാണോ ചെക്ക് എൻകാഷ് ചെയ്യുന്നത് അന്നാണ് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ആക്ച്വലി എമൗണ്ട് പോവുക. അപ്പോൾ പാസ്ബുക്കിൽ ഇപ്പോൾ എമൗണ്ട് കൂടുതലാണ്. സെക്കൻഡ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് ക്രെഡിറ്റഡ് ബൈ ബാങ്ക്. നമ്മൾ ബാങ്കിൽ കുറച്ച് എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, അതിനുള്ള റിട്ടേൺ ഇൻട്രസ്റ്റ് ആയിട്ട് ബാങ്ക് നമുക്ക് തരികയാണ്. ആ സിറ്റുവേഷനിൽ ആദ്യം ക്യാഷ് കൂടെ എവിടെയാണ്, പാസ്ബുക്കിലാണ്. അപ്പോൾ പാസ്ബുക്കിൽ ആഡ് ആവുന്നു. പിന്നീട് നമ്മൾ ബാങ്കിൽ പോയി ചെക്ക് ചെയ്താൽ മാത്രമേ അവിടെ ക്യാഷ് കൂടിയോ ഇല്ലയോ എന്നറിയൂ. അപ്പോൾ ക്യാഷ് ബുക്കിൽ എമൗണ്ട് കുറവായിരിക്കും. തേർഡ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് പേയ്മെൻറ്റ് ഇൻ ടു ദ ബാങ്ക് ബൈ കസ്റ്റമർ.
നമ്മുടെ കസ്റ്റമർ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് പേയ്മെൻറ്റ് നടത്തുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പാസ്ബുക്കിൽ എമൗണ്ട് കൂടും. കാരണം കസ്റ്റമർ ബാങ്കിലേക്കാണ് ഡയറക്റ്റ് പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. പാസ്ബുക്കിൽ കൂടും, ക്യാഷ് ബുക്കിൽ പിന്നീടാണ് അറിയോ, അതുകൊണ്ട് ക്യാഷ് ബുക്കിൽ എമൗണ്ട് കമ്മിയാവും. വീണ്ടും പറയുകയാണ്, ഇതേ ഓർഡറിൽ ക്വസ്റ്റ്യൻ വരണമെന്നില്ല. ഇതിൽ ഏതെങ്കിലും 4-5 സിറ്റുവേഷൻസ് ആയിരിക്കും നമുക്ക് എക്സാമിന് വരേണ്ടാവുക. അടുത്ത സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കളക്റ്റഡ് ബൈ ബാങ്ക്. നമ്മൾ വേറൊരു സ്ഥലത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് ബാങ്ക് കളക്ട് ചെയ്യുകയാണ്. അപ്പോൾ ബാങ്കിൽ എമൗണ്ട് കൂടും, ക്യാഷ് ബുക്കിൽ എന്താവും, എമൗണ്ട് കമ്മിയാവും. നമ്മൾ എപ്പോഴാണോ ബാങ്കിൽ പോയി അന്വേഷിക്കുന്നത് അപ്പോഴാണ് നമുക്ക് ആ എമൗണ്ട് ക്രെഡിറ്റ് ആയോ ഇല്ലയെന്ന് അറിയാൻ പറ്റും. അടുത്ത സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഡിവിഡൻഡ് ഓൺ ഷെയർസ് കളക്ട് ബൈ ബാങ്ക്. ഇൻട്രസ്റ്റ് പോലെ തന്നെ നമ്മൾ ഷെയർ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ആ ഷെയറിന് ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിവിഡൻഡ് കിട്ടും. ആ ഡിവിഡൻഡ് കളക്ട് ചെയ്യുന്നത് ബാങ്ക് ഡയറക്റ്റ് ആണെങ്കിൽ എമൗണ്ട് ക്രെഡിറ്റ് ആയിക്കഴിഞ്ഞാൽ ആദ്യം ബാങ്കിൽ എമൗണ്ട് കൂടും, ക്യാഷ് ബുക്കിൽ എമൗണ്ട് കുറവായിരിക്കും. അടുത്ത സിറ്റുവേഷൻ എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് ബിൽസ്, റിസീവബിൾസ് ആൻഡ് പ്രൊമിസറി നോട്ട്സ് കളക്ട് ബൈ ബാങ്ക്. നമുക്ക് കിട്ടാനുള്ള ബിൽസ്, റിസീവബിൾസും പ്രൊമിസറി നോട്ടൊക്കെ ബാങ്കാണ് കളക്ട് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് കളക്ട് ചെയ്യുമ്പോൾ ബാങ്കിൽ എമൗണ്ട് കൂടും, നമ്മുടെ ക്യാഷിൽ പിന്നീടാണ് അത് അറിയാൻ പറ്റൂ, അതുകൊണ്ട് ക്യാഷിൽ എമൗണ്ട് കമ്മിയാവും. അടുത്ത സിറ്റുവേഷൻ എന്ന് പറയുന്നത് ചെക്ക് പെയ്ഡ് ഇൻ ടു ബാങ്ക് ബട്ട് ഒമിറ്റഡ് ടു റെക്കോർഡ് ഇൻ ക്യാഷ് ബുക്ക്. നമുക്കൊരു ചെക്ക് കിട്ടി, ആ ചെക്ക് നമ്മൾ ബാങ്കിൽ പോയിട്ട് എൻകാഷ് ചെയ്തു. എൻകാഷ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ബാങ്കിലെ എമൗണ്ട് ക്രെഡിറ്റ് ആവും. നമ്മൾ ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ചെക്ക് എൻകാഷ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ബാങ്കിൽ എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നുണ്ട്, ബാങ്കിൽ എമൗണ്ട് കൂടും. പക്ഷേ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യാൻ മറന്നു, അപ്പോൾ ക്യാഷ് ബുക്കിൽ എന്താ എമൗണ്ട് കുറവായിരിക്കും. തന്നിരിക്കുന്ന സിറ്റുവേഷൻ എന്താണോ അതിൽ പാസ്ബുക്കിലും ക്യാഷ് ബുക്കിലും വരുന്ന സിറ്റുവേഷൻസ് അതേപോലെ എഴുതുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യുന്നത്. അടുത്തതാണ് എ റോങ് എൻട്രി ഇൻ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് പാസ്ബുക്ക്. നമ്മുടെ പാസ്ബുക്കിൽ നമ്മളൊരു റോങ് എൻട്രി ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. ക്രെഡിറ്റ് സൈഡിൽ എഴുതി കഴിഞ്ഞാൽ ബാങ്കിൻ്റെ പാസ്ബുക്കിൻ്റെ ക്രെഡിറ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ബാലൻസാണ്, ഫേവറബിൾ ബാലൻസ് ആണ്. അതുകൊണ്ട് തന്നെ പാസ്ബുക്കിൻ്റെ ക്രെഡിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ എമൗണ്ട് കൂടും. എന്നാൽ അത് റോങ് എൻട്രി ആണെങ്കിലും ക്യാഷ് ബുക്കിൽ എന്തായിരിക്കും, എമൗണ്ട് കുറവായിരിക്കും. ഇതിൻ്റെ വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യനാണ് താഴെ തന്നിട്ടുള്ളത്. എനി റോങ് എൻട്രി ഓൺ പേയ്മെൻറ്റ് സൈഡ് ഓഫ് ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് സൈഡാണ്. അതായത് ഒരു ക്യാഷ് ബുക്ക് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ റെസീപ്റ്റ് സൈഡ് ഡെബിറ്റും പേയ്മെൻറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡും ആയിരിക്കും. അപ്പോൾ പേയ്മെൻറ്റ് സൈഡിൽ റോങ് എൻട്രി മെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് ബുക്കിൽ എമൗണ്ട് കുറവായിരിക്കും, പാസ്ബുക്കിൽ എമൗണ്ട് കൂടും. നെക്സ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ചെക്ക് പെയ്ഡ് ഇൻ ടു ബാങ്ക് ഫോർ കളക്ഷൻ ബട്ട് നോട്ട് കളക്റ്റഡ്. അതായത് ചെക്ക് പെയ്ഡ് ഇൻ ടു ബാങ്ക്, നമുക്കൊരു ചെക്ക് കിട്ടി, ആ ചെക്ക് നമ്മൾ എൻകാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്കിൽ കൊടുത്തു. പക്ഷേ ബാങ്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അത് കളക്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ചെക്ക് നമ്മൾ എൻകാഷ് ചെയ്യാൻ പോകുമ്പോൾ തന്നെ നമ്മുടെ ക്യാഷ് ബുക്കിൽ ക്യാഷ് കൂടിയതായിട്ട് നമ്മൾ കണക്കാക്കണം. പക്ഷേ ആക്ച്വലി കൂടിയിട്ടുണ്ടോ ഇല്ല. അതെവിടെയാണ് കൂടിയിട്ടുള്ളത്, ക്യാഷ് ബുക്കിൽ മാത്രമാണ്. എന്നാണോ അത് ബാങ്ക് കളക്ട് ചെയ്യുന്നത് അന്ന് മാത്രമേ ആ എമൗണ്ട് കളക്ട് ആവുള്ളൂ. അതുകൊണ്ട് പാസ്ബുക്കിൽ ആ എമൗണ്ട് കുറവായിരിക്കും. നെക്സ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ചെക്ക് പെയ്ഡ് ഇൻ ടു ബാങ്ക് ഫോർ കളക്ഷൻ ബട്ട് ഡിസോണേഡ് ബൈ ബാങ്ക്. നമുക്കൊരു ചെക്ക് കിട്ടി, ആ ചെക്ക് നമ്മൾ എൻകാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്കിലേക്ക് പോവുകയാണ്. അപ്പോൾ ചെക്ക് കിട്ടിയപ്പോൾ തന്നെ നമ്മൾ എന്ത് വിചാരിച്ചു, നമുക്ക് ക്യാഷ് കിട്ടി വിചാരിച്ച് ക്യാഷ് ബുക്കിൽ എമൗണ്ട് കൂട്ടി. പക്ഷേ നമ്മൾ കൊടുത്ത ചെക്ക് ഡിസോണറായി. ഒന്നില്ലെങ്കിൽ ആ എമൗണ്ട് തരേണ്ട ആളുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടാവില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടെക്നിക്കൽ റീസൺ കാരണം ബാങ്ക് അത് ഡിസോണർ ചെയ്തു. അപ്പോൾ ചെക്ക് കിട്ടി എന്ന് വിചാരിച്ച് നമ്മുടെ ക്യാഷ് ബുക്കിൽ എമൗണ്ട് കൂടി, പാസ്ബുക്കിൽ ഡിസോണർ ആയത് കാരണം എമൗണ്ട് കിട്ടിയില്ല. അപ്പോൾ പാസ്ബുക്കിൽ എമൗണ്ട് കമ്മിയാവും. നെക്സ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ബാങ്ക് ചാർജസ് ആൻഡ് കമ്മീഷൻസ് ചാർജ്ഡ് ബൈ ബാങ്ക്. നമ്മളിപ്പോൾ ബാങ്കിൽ കുറച്ച് എമൗണ്ട് ഉണ്ട്, അതിൽ നിന്ന് ബാങ്ക് കമ്മീഷനായിട്ടോ അല്ലെങ്കിൽ ബാങ്കിൻ്റെ സർവീസിന് വേണ്ടിയിട്ട് വല്ല ചാർജൊക്കെ ഈടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആദ്യം പോവുക പാസ്ബുക്കിൽ നിന്നാവോ അതോ ക്യാഷ് ബുക്കിൽ നിന്നാവോ, പാസ്ബുക്കിൽ നിന്ന്. അപ്പോൾ പാസ്ബുക്കിൽ എമൗണ്ട് കുറവായിരിക്കും, ക്യാഷ് ബുക്കിൽ എമൗണ്ട് കൂടും. പിന്നീട് നമ്മൾ ബാങ്കിൽ പോയാലേ അറിയൂ എന്ത് കാരണം കൊണ്ടാണ്, ഇല്ലെങ്കിൽ എത്ര എമൗണ്ടാണ് പോയെന്ന്. ഓക്കെ. അടുത്ത സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ബാങ്ക് സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ. അതായത് ഇവിടെ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാങ്കിന് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ മാസത്തെ കറണ്ട് ബില്ല് കൊടുക്കണം, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയി കൊടുക്കേണ്ട ഇൻഷുറൻസ് പ്രീമിയോ വാട്ടർ ബില്ലോ മൊബൈൽ ചാർജോ
അങ്ങനെ എന്തെങ്കിലും ബാങ്കിൽ നിന്ന് ഡയറക്റ്റ് പേയ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ നൽകിയിട്ടുണ്ടെങ്കിൽ ആ ടൈം ആവുമ്പോൾ ബാങ്കിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ക്യാഷ് പോകും. അപ്പോൾ പാസ്ബുക്കിൽ എമൗണ്ട് കമ്മിയാവും. നമ്മൾ പിന്നീടായിരിക്കും ക്യാഷ് ബുക്കിൽ നിന്ന് അത് ഡിഡക്റ്റ് ചെയ്യുക. ആ ടൈമിൽ ക്യാഷ് ബുക്കിൽ എമൗണ്ട് കൂടും, പാസ്ബുക്കിൽ എമൗണ്ട് കുറയും. അടുത്ത സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് ഡെബിറ്റഡ് ബൈ പാസ്ബുക്ക്. ഇവിടെ തന്നിട്ടുള്ളത് ഡെബിറ്റഡ് ബൈ പാസ്ബുക്ക് എന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു പാസ്ബുക്കിൽ ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവും ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവുമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡെബിറ്റ് ബൈ പാസ്ബുക്ക് എന്നാണ് തന്നിട്ടുള്ളത്. നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് കുറച്ച് എമൗണ്ട് അക്കൗണ്ടിനുള്ളേക്കാൾ വിഡ്രോ ചെയ്തു. അപ്പോൾ ബാങ്ക് അതിനൊരു ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആദ്യ എമൗണ്ട് കുറയുന്നത് പാസ്ബുക്കിൽ നിന്നായിരിക്കും, പിന്നീടായിരിക്കും ക്യാഷ് ബുക്കിൽ നിന്ന്. അപ്പോൾ ക്യാഷ് ബുക്കിൽ എമൗണ്ട് കൂടുതലായിരിക്കും, പാസ്ബുക്കിൽ എമൗണ്ട് കുറവായിരിക്കും. നെക്സ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ബിൽസ് റിസീവബിൾ ഈസ് ഡിസ്കൗണ്ടഡ് ബട്ട് ഡിസോണേഡ്. നമ്മളൊരാൾക്ക് ഗുഡ്സ് വിറ്റിട്ടുണ്ട്, അയാളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അയാൾ ഒരു ബില്ല് എഴുതി തന്നു, ഞാൻ ഇത്ര മാസം കഴിഞ്ഞ് ഇത്ര രൂപ തരാമെന്ന് പറഞ്ഞ് ഒരു ബില്ല് തന്നു. ആ ബില്ല് നമുക്കൊരു ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാഷിൻ്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മളത് ബാങ്കിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ നോർമലി നമുക്കതിന് ഒരു സർട്ടൈൻ പെർസെൻറ്റേജ് എമൗണ്ട് ബാങ്ക് പിടിച്ചിട്ട് ബാക്കി നമുക്ക് തരും. അപ്പോൾ അങ്ങനെ നമ്മൾ ബാങ്കിൽ ബില്ല് കൊടുത്തപ്പോൾ നമ്മൾ വിചാരിച്ച് നമുക്ക് ക്യാഷ് കിട്ടുന്ന, അങ്ങനെ ക്യാഷ് ബുക്കിലെ എമൗണ്ട് കൂടി. പക്ഷേ ആക്ച്വലി അത് ഡിസോണർ ആവുകയാണ് ചെയ്തത്. ഡിസോണർ ആവുക പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് കിട്ടിയില്ല. അപ്പോൾ പാസ്ബുക്കിൽ എമൗണ്ട് കമ്മിയായിരിക്കും, ക്യാഷ് ബുക്കിൽ എമൗണ്ട് കൂടുതലായിരിക്കും. നെക്സ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് എനി റോങ് എൻട്രി മെയ്ഡ് ബൈ ബാങ്ക് ഇൻ ഡെബിറ്റ് ഓഫ് പാസ്ബുക്ക്. പാസ്ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും, എമൗണ്ട് കുറവായിരിക്കും പാസ്ബുക്കിൽ. സോ പാസ്ബുക്കിൽ കുറവ്, ക്യാഷ് ബുക്കിൽ കൂടുതലായിരിക്കും. അതായത് ഇതിൽ പറയുന്നത് റോങ് എൻട്രി മെയ്ഡ് ചെയ്യാണ് എവിടെ? പാസ്ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡിൽ. സോ പാസ്ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഫേവറബിൾ ആണ്. പാസ്ബുക്കിൽ എമൗണ്ട് കമ്മിയാവും, ക്യാഷ് ബുക്കിൽ എമൗണ്ട് കൂടും. അതേപോലെ തന്നെ ക്യാഷ് ബുക്കിൻ്റെ ക്രെഡിറ്റ് സൈഡിലും റോങ് എൻട്രി മെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് ബുക്കിൽ എമൗണ്ട് കൂടും, പാസ്ബുക്കിൽ എമൗണ്ട് കുറയും. അപ്പോൾ ഇത്രയും സിറ്റുവേഷൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ തരുന്നതിനനുസരിച്ചിട്ട് എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് നോക്കാം. ഇത്രയും സിറ്റുവേഷൻസ് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ തരില്ല. ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മളത് വായിച്ചിട്ട് ഇനി ക്യാഷ് ബുക്കാണോ പാസ്ബുക്കാണോ അനുസരിച്ച് ചെയ്യേണ്ടതുണ്ട്. ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ 4 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരാൻ സാധ്യത. ഒന്നില്ലെങ്കിൽ നമുക്ക് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് തന്നിട്ട് നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറയുന്നത് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് എത്രയെന്നായിരിക്കും. അല്ലെങ്കിൽ ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും, എന്നിട്ട് കാണാൻ പറയുന്നത് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എത്രയെന്നായിരിക്കും. പിന്നെ അടുത്തൊരു പോസിബിലിറ്റി ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്ക് തന്നിട്ടുണ്ടാവും, നമ്മൾ കാണേണ്ടത് ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ പാസ്ബുക്ക് എത്രയെന്നായിരിക്കും. അല്ലെങ്കിൽ ലാസ്റ്റ് വൺ ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ പാസ്ബുക്ക് തന്നിട്ടുണ്ടായിരിക്കും, അപ്പോൾ ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്ക് എത്രയെന്ന് നമ്മൾ കാണേണ്ടി വരും. നമുക്ക് തന്നിട്ടുള്ളത് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ആണെന്ന് വിചാരിക്കുക. നമ്മൾ ആദ്യം ക്വസ്റ്റ്യനിൽ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്കാണോ പാസ്ബുക്കാണോ എന്നൊന്നും നോക്കുന്നില്ല. ഡയറക്റ്റ് ആ തന്നിരിക്കുന്ന സിറ്റുവേഷനിൽ ക്യാഷ് ബുക്കിനും പാസ്ബുക്കിനും എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ആദ്യം റെക്കോർഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്കാണ് നമുക്ക് തന്നിട്ടുള്ളത്. ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നിരിക്കുന്ന സിറ്റുവേഷനിൽ പാസ്ബുക്കിന് എന്ത് മാറ്റം വന്നിട്ടുണ്ടോ അത് നമ്മൾ പാസ്ബുക്കിൽ ആഡ് ചെയ്യാനുള്ള സന്ദർഭമാണെങ്കിൽ ആഡ് ചെയ്യുക, പാസ്ബുക്കിൽ ലെസ് ചെയ്യാനുള്ള സന്ദർഭമാണെങ്കിൽ ലെസ് ചെയ്യുക. അത് ചെയ്ത് കിട്ടുന്ന ഫൈനൽ എമൗണ്ട് ആയിരിക്കും ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് എന്ന് പറയുന്നത്. ഇങ്ങനെ പറയുമ്പോൾ കൺഫ്യൂഷൻ തോന്നാം, പക്ഷേ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോൾ അത് സിമ്പിളാവും. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ആണ് തന്നിട്ടുള്ളത് എങ്കിൽ ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് തന്നു കഴിഞ്ഞാൽ നമുക്ക് കാണേണ്ടത് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്കാണ്. അപ്പോൾ ക്യാഷ് ബുക്കിൽ എന്ത് മാറ്റം വരുന്നു, ക്യാഷ് ബുക്കിനെ കൂട്ടുന്ന കാര്യങ്ങൾ ആദ്യം ആഡ് ചെയ്യുക, എന്നിട്ട് ക്യാഷ് ബുക്കിൽ നിന്ന് കുറയ്ക്കേണ്ട കാര്യങ്ങൾ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ കിട്ടുന്നതായിരിക്കും ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്ക് ആണെങ്കിൽ ഇവിടെ നമ്മൾ ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്കാണ് തന്നിട്ടുള്ളത് എങ്കിൽ ഡയറക്റ്റ് അതേ സംഭവം എടുക്കണം. അതായത് ക്യാഷ് ബുക്കിനെ കൂട്ടുന്ന കാര്യങ്ങൾ ആഡ് ചെയ്യണം, ക്യാഷ് ബുക്കിനെ കുറയ്ക്കുന്ന കാര്യങ്ങൾ മൈനസ് ചെയ്യണം. അത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഫൈനൽ ആൻസർ ആയിരിക്കും ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ പാസ്ബുക്ക് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്കാണ് വന്നു വെച്ചാൽ
അതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കണം, പാസ്ബുക്ക് എടുക്കണം. എന്നിട്ട് ആ സിറ്റുവേഷനിൽ പാസ്ബുക്കിനെ കൂട്ടുന്ന കാര്യമാണെങ്കിൽ ആഡ് ചെയ്യണം, പാസ്ബുക്കിനെ കുറയ്ക്കുന്ന കാര്യമാണെങ്കിൽ ലെസ് ചെയ്യണം. എന്നിട്ട് കിട്ടുന്ന ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ആയിരിക്കും. എന്നാൽ ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് റിലേഷൻ ആയിരിക്കും. ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്ന് പറയുമ്പോൾ ക്യാഷ് ബുക്കിനെ കൂട്ടുന്ന കാര്യങ്ങൾ ആഡ് ചെയ്യണം, ക്യാഷ് ബുക്കിനെ കുറയ്ക്കുന്ന കാര്യങ്ങൾ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി വരുന്നതായിരിക്കും ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ പാസ്ബുക്ക്. ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ പാസ്ബുക്കും സെയിം മെത്തേഡ് തന്നെയാണ്, ഡയറക്റ്റ് റിലേഷൻ ആയിരിക്കും. പാസ്ബുക്കിനെ കൂട്ടുന്ന കാര്യങ്ങൾ ആഡ് ചെയ്യുക തന്നിരിക്കുന്ന സിറ്റുവേഷനിൽ നിന്ന്, പാസ്ബുക്കിനെ കുറയ്ക്കുന്ന കാര്യങ്ങൾ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി കിട്ടുന്നതായിരിക്കും ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്ക്. ഇത്രയും റൂള് പഠിച്ചിട്ട് ഇനി ഒരു പ്രോബ്ലം കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ എൻ്റെ കൺസെപ്റ്റ് ക്ലീൻ ആയിട്ട് മനസ്സിലാവും. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്കിനും ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ പാസ്ബുക്കിനും സെയിം റൂളാണ്. അതായത് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ പാസ്ബുക്കിനെ ഓപ്പോസിറ്റായിട്ട് എടുക്കുന്നു, പാസ്ബുക്കിനെ കൂട്ടുന്ന കാര്യങ്ങൾ ആഡ് ചെയ്യുന്നു, പാസ്ബുക്കിനെ കുറയ്ക്കുന്ന കാര്യങ്ങൾ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്നത് നമുക്ക് ഫൈനലി കിട്ടുന്നത് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ആയിരിക്കും. എന്നാൽ ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ പാസ്ബുക്ക് എന്ന് പറയുമ്പോൾ പാസ്ബുക്കിനെ കൂട്ടുന്ന കാര്യങ്ങൾ കൂട്ടുന്നു, പാസ്ബുക്കിനെ കുറയ്ക്കുന്ന കാര്യങ്ങൾ കുറയ്ക്കുന്നു, എന്നിട്ട് ഫൈനലി കിട്ടുന്നത് ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്ക് ആയിരിക്കും. സോ രണ്ടിനും സെയിം റൂളായിരിക്കും അപ്ലൈ ചെയ്യുക. പ്രോബ്ലം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതിനു മുന്നേ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ മൊത്തത്തിൽ ഒന്ന് ഷോർട്ടായിട്ട് പറഞ്ഞുതരാം. അതായത് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് കസ്റ്റമറാണ്. ബാങ്കിലെ പാസ്ബുക്കും അതേപോലെ തന്നെ ക്യാഷ് ബുക്കിലെ ബാങ്ക് ബാലൻസും തമ്മിലുള്ള വ്യത്യാസം ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് റീകൺസൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് കസ്റ്റമർ തയ്യാറാക്കുന്നതാണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് തന്ന ക്വസ്റ്റ്യൻസിൽ തന്നിട്ടുള്ള സന്ദർഭത്തിൽ ആക്ച്വലി ബാങ്കിൽ കൂടുകയാണോ കുറയാണോ, അല്ലെങ്കിൽ ക്യാഷ് ബുക്കിൽ കൂടുകയാണോ കുറയാണോ, ഇത്തരം കാര്യങ്ങൾ മാർക്ക് ചെയ്ത് വയ്ക്കുക. ക്യാഷ് ബുക്ക് പാസ്ബുക്ക് എന്ന് എഴുതിയിട്ട് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ആണോ, ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ആണോ, അതോ ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്ക് ആണോ, ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ പാസ്ബുക്ക് ആണോ എന്നുള്ളത് നോക്കുക. എന്നിട്ട് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ആണ് തന്നിട്ടുള്ളത് എങ്കിൽ നമ്മളിവിടെ കണ്ടെത്തേണ്ടത് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ആണ്. അപ്പോൾ ക്യാഷ് ബുക്കിൻ്റെ ബാലൻസ് നമുക്ക് തന്നിട്ടുണ്ടാവും, അതിൻ്റെ കൂടെ തന്ന സന്ദർഭത്തിൽ നമുക്ക് കണ്ടെത്തേണ്ടത് പാസ്ബുക്കാണ്. അതുകൊണ്ട് തന്നെ പാസ്ബുക്കിന് എന്ത് മാറ്റാണോ വരുന്നത് അത് ആഡ് ചെയ്യുക. അപ്പോൾ പാസ്ബുക്കിനെ കൂട്ടുന്ന കാര്യമാണെങ്കിൽ പാസ്ബുക്കിൽ എല്ലാം ആഡ് ചെയ്യുക. അല്ല ഇനി പാസ്ബുക്കിനെ കുറയ്ക്കുന്ന സിറ്റുവേഷനാണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ അതൊക്കെ ലെസ് ചെയ്യുക. എന്നിട്ട് ഫൈനലി കിട്ടുന്ന ആൻസർ ആയിരിക്കും ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് എന്ന് പറയുന്നത്. ഇനി ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്കാണ് നമുക്ക് തന്നിട്ടുള്ളത് എങ്കിൽ നമ്മൾ കണ്ടെത്തേണ്ടത് ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ പാസ്ബുക്കാണ്. അപ്പോൾ ഓവർ ഡ്രാഫ്റ്റ് ക്യാഷ് ബുക്കിനെ അവിടെ ഡയറക്റ്റ് ക്യാഷ് ബുക്ക് തന്നെ എടുക്കണം, ക്യാഷ് ബുക്കിനെ കൂട്ടുന്ന കാര്യങ്ങൾ ആഡ് ചെയ്യുക, ക്യാഷ് ബുക്കിനെ കുറയ്ക്കുന്ന കാര്യങ്ങൾ ലെസ് ചെയ്യുക. ദെൻ ഫൈനലി കിട്ടുന്നത് ആൻസറായിട്ട് ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ പാസ്ബുക്ക് എന്ന് പറഞ്ഞിട്ട് എഴുതുക. ഇനി ബാലൻസ് ആസ് പെർ പാസ്ബുക്കാണ് തന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് കാണേണ്ടത് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്കാണ്. അതുകൊണ്ട് ബാലൻസ് ആസ് പെർ ആണ് തന്നിട്ടുള്ളത്. സോ ക്യാഷ് ബുക്കിനെ കൂട്ടുന്ന കാര്യങ്ങൾ ആഡ് ചെയ്യുക, ക്യാഷ് ബുക്കിനെ കുറയ്ക്കുന്ന കാര്യങ്ങൾ ലെസ് ചെയ്യുക. ഫൈനലി കിട്ടുന്ന ആൻസർ ആയിരിക്കും ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. ഇനി ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ പാസ്ബുക്കാണ് തന്നിട്ടുള്ളതെങ്കിൽ പാസ്ബുക്കിനെ കൂട്ടുന്ന കാര്യങ്ങൾ അവിടെ ഡയറക്റ്റ് റിലേഷനാണ്. ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിലേഷനാണ്. ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ പാസ്ബുക്ക് എന്ന് പറയുമ്പോൾ പാസ്ബുക്കിൽ എന്താണ് വരുന്നത് അത് തന്നെ ചെയ്യുക. പാസ്ബുക്കിനെ കൂട്ടുന്ന കാര്യങ്ങൾ ആഡ് ചെയ്യുക, പാസ്ബുക്കിനെ കുറയ്ക്കുന്ന കാര്യങ്ങൾ ലെസ് ചെയ്യുക. ദെൻ ഫൈനലി കിട്ടുന്നതായിരിക്കും ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്ക്. ഇത്രയും മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്ലാസ്സിലൊരു പ്രോബ്ലം നോക്കാം. താങ്ക്